3 ഇലക്ഷനൊക്കെ അവർ നേരിടേണ്ടി വരും. അതൊക്കെ വ്യാപൃതരാണ്. അതൊക്കെ സമൂഹത്തിൽ ഗുണമുള്ള കാര്യങ്ങൾ തന്നെയാണ്. സാംസ്കാരികമായിട്ടാണെങ്കിൽ അത് വേറെയുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ഒന്നിക്കുന്ന ഒരു ചരട്, ഒരു കണ്ണി എന്ന് പറയുന്നത് അത് ഹുബ്ബുൻ നബിയാണ്. മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്നേഹപ്രകടനമാണ്. അത് നമുക്ക് എല്ലാവർക്കും വർഷത്തിൽ ഒരിക്കൽ നമുക്ക് എന്തായാലും മതി, ഒരുമിച്ച് കൂടിയാൽ മതി. ഒരു രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം, സാംസ്കാരിക പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, മറ്റു മതസംഘടനകൾ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അവരുടെ മേൽഘടകങ്ങൾ പല സർക്കുലറുകൾ അയച്ചിട്ടും പല സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചും ഇലക്ഷനൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് അവരെല്ലാ സമയം അതിൽ ചെലവഴിക്കുകയാണ്. അതൊക്കെ നല്ല നീയത്തിലാണെങ്കിൽ അത് നാളത്തേക്ക് ഉപകാരമാണ്. അതൊന്നും മോശമായ കാര്യമാണെന്നല്ല. ഇതിനൊക്കെ അതീതമായി നമ്മളെ ഒന്നിപ്പിക്കുന്ന വർഷത്തിൽ ഒരിക്കൽ റബീഉൽ അവ്വൽ മാസത്തിൽ സല്ലു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ബാനറിൽ ഈ അത്താണി പ്രദേശത്ത് നടക്കുന്ന ഈ പരിപാടിയിൽ തുടർന്നും ഇതേ പങ്കാളിത്തവും സഹായവും സഹകരണങ്ങളും സാമ്പത്തികമായതും എല്ലാവരുടെ ഭാഗത്ത് തുറന്നുണ്ടാകണമെന്നും നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറങ്ങിയ നമ്മുടെ മക്കള്, അവരൊക്കെ വലിയ യുവാക്കളായി, അവരുടെ ശേഷം അത് കണ്ടാണ് മറ്റു കുട്ടികളും ഈ രംഗത്തേക്ക് വരുന്നുണ്ട്. അവരാരും മോശക്കാരല്ല, അവരൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, എന്തെങ്കിലുമൊക്കെ തൊഴിലും ഏർപ്പാടൊക്കെയുള്ളതാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ പ്രദേശത്തിന്റെ ഒരു പവിത്രത എന്ന് പറയുന്നത് തന്നെ ഈ മഹത്തായിട്ടുള്ള സല്ലു അലൻ നബി മുത്ത റസൂലുള്ളാഹി തങ്ങളോടുള്ള ആ ഹുബ്ബിൽ ഈ കുട്ടികൾ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ മുൻഗാമികൾ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ബർക്കത്താണ് അവർ അനുഭവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബർക്കത്ത് അവരുടെ കുടുംബജീവിതത്തിലും തൊഴിലിലും സമ്പത്തിലും അള്ളാഹു എത്തി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അഷ്റഫുൽ ഖൽഖായ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുസ്ലിം ലോകം ഇത്ര സ്നേഹിക്കാൻ കാരണം എന്താണ്? സൂറത്ത് തൗബയിൽ പറയുന്നു, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങളുടെ സമുദായത്തിനോടുള്ള, ഉമ്മത്തിനോടുള്ള, മുഹിബ്ബീങ്ങളോടുള്ള ഒരു കടമയും കടപ്പാടും ഒരു വാത്സല്യമാണ് ആയത്തിൽ പറയുന്നത്. നമുക്ക് വല്ല വിഷമങ്ങൾ വരുമ്പോൾ റസൂലുള്ളാഹിക്ക് സഹിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹയാത്തി ഖൈറുൽ ലക്കും വ മമാത്തി ഖൈറുൽ ലക്കും. എൻ്റെ ജീവിതവും ഉമ്മത്തെ നിങ്ങൾക്ക് ഖൈറാണ്, ഞാൻ മരണപ്പെട്ടാലും നിങ്ങൾക്ക് എന്താണത് ഖൈറാണ്. സഹാബത്ത്